ഹലോ ഫ്രണ്ട്സ്, നമ്മളാണെങ്കിൽ ഇന്ന് ഫ്ലവർ ഷോ കാണാൻ പോകുന്ന വീഡിയോ ആണ്. ഞാൻ അത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫുൾ വീഡിയോ ഇതിനകത്തുണ്ട്. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ ഒരു വൈകിട്ട് ഒരു 7 മണിയൊക്കെ ആയി. ആ ടൈമിൽ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി. 7 മണിയല്ല 6:30 ആയി കേട്ടോ. അങ്ങനെ അവിടെ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ. പിന്നെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. പത്തനാപുരത്താണ് ഈ ഷോ നടക്കുന്നത്. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് സൂപ്പറാണ് കേട്ടോ, അടിപൊളിയാണ് കാണാൻ വേണ്ടി. നമ്മുടെ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ ചെന്നു. ഫ്ലവർ ഷോ എന്നെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ. അവിടെ ഇഷ്ടം പോലെ വെറൈറ്റി പൂക്കളുടെ കളക്ഷനാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഇഷ്ടം പോലെ ഫോട്ടോസ് എല്ലാം എടുക്കാൻ പറ്റും. അങ്ങനെ നല്ല എന്താ പറയുക, നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായി കാണാൻ. നമ്മൾ അതിൻ്റെ ടിക്കറ്റ് എല്ലാം എടുത്ത് നമ്മൾ അകത്ത് കയറി കഴിഞ്ഞ് നമ്മൾ എന്താ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് കാണാൻ അടിപൊളിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ അവിടെ ഒരു ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഞങ്ങളെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കണ്ടിന്യൂ ആയിട്ട് ഈ വീഡിയോ കാണുന്നത് ഇഷ്ടം പോലെ കാണാനുണ്ട്. അവിടെ ഓരോരോ സെക്ഷനുണ്ട്, അതെല്ലാം ഇതിനകത്തുണ്ട്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ട്
വേണ്ടി പോവുകയാണേ. അടുത്ത് പിന്നെ പെറ്റ്സിൻ്റെ സെക്ഷനാണേ. അവിടെ പിന്നെ ഓരോ പെറ്റ്സിൻ്റെ പേരുകളും പിന്നെ എല്ലാം ഫുൾ ഡീറ്റെയിൽസ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ പെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ ഒരു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്തോട്ട് ചെന്നിട്ടുണ്ട് സ്വർഗ്ഗത്തൂവലുകൾ എന്ന് പറഞ്ഞ് ഒരു ബോർഡൊക്കെ വെച്ച് അകത്തോട്ട് കയറുമ്പോൾ അടിപൊളിയായിട്ട് എന്ന് വെച്ചാൽ പറന്ന് നടക്കുന്ന കിളികൾ. നമ്മൾ എന്താ പറയുക, ഒരു ഫുള്ള് കിളികളെല്ലാം പറന്ന് നടക്കും. കണ്ട് അതിനകത്ത് കാണാൻ പറ്റും. എന്ന് പറയുമ്പോൾ കൂട്ടിലെങ്ങും അല്ല, നമ്മൾ കൂട്ടിലിട്ട കിളി ആദ്യം കണ്ട് അവിടെ കണ്ട് മരച്ചിലയിലിരിക്കുന്നു, പിന്നെ പാറി പറന്ന് നടക്കുന്നു. പിന്നെ അവിടെ ആണെങ്കിൽ ഒരു ചേട്ടനാണെങ്കിൽ കണ്ട് പാമ്പിനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആരും കയ്യിലൊന്നും തരത്തില്ല കേട്ടോ. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും, നമുക്ക് ടച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. അങ്ങനെയാണ് പാമ്പിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കാണണം കേട്ടോ, അടിപൊളിയാണ്. കണ്ടോ എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നത്. അങ്ങനെ പിന്നെ കണ്ടോ കൂട്ടിലിട്ടേക്കുന്ന ചെറിയ ചെറിയ അടുത്ത സെക്ഷനിലോട്ട് വന്നു. അവിടെ പിന്നെ ഫുള്ള് നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം വാങ്ങാം. ഓരോ സെക്ഷൻ, ഹൽവയുടെ സെക്ഷൻ, പാത്രങ്ങൾ, അത് ഇത് എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നമുക്ക് എന്താ വെച്ചാൽ വിലക്കുറവല്ല സാധനങ്ങൾ, കുറേ ബുക്സ് ഉണ്ട്, അടിപൊളി ബുക്സൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അങ്ങനെ നമുക്ക് അവിടെ നിന്ന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം. വാങ്ങിച്ചു കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കാണാൻ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ കുറേ പാത്രങ്ങളുടെ സെക്ഷൻ വന്നു, നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. പിന്നെ വിത്തുകളുടെയാണോ, ചെടികളുടെ വിത്ത്, പിന്നെ ഫ്രൂട്ട്സിൻ്റെ വിത്ത്, അങ്ങനെയുള്ള കുറേ വിത്തുകളുടെ സെക്ഷനോട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. ചെടിയൊക്കെ കിളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പഴയ കാലത്ത് കുറേ
മുട്ടായിയുടെ സെക്ഷനിലോട്ട് വന്നു കേട്ടോ. അവിടെ എത്തുമ്പോഴേ കുഞ്ഞുങ്ങളത്തെ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരും. എന്നുവെച്ചാൽ പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലൊക്കെ കാണുന്ന കുഞ്ഞു കുഞ്ഞു മുട്ടായിസ് വരെയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ അവിടെ കുറേ നേരം നോക്കിയൊക്കെ നിന്ന് കുറേ മിഠായിയൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ അതെല്ലാം കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുണ്ടേ അച്ചാറിൻ്റെ സെക്ഷൻ ഉണ്ട് കേട്ടോ. കുറേ വിവിധകരമായ അച്ചാർ. ഞാൻ ഇതിനകത്ത് പറയാത്ത കാര്യങ്ങൾ തന്നെ ഇതിനകത്ത് വീഡിയോയ്ക്കകത്തുണ്ട് കേട്ടോ. എല്ലാവരും അത് കാണണം കേട്ടോ. ഞാൻ ചെറിയ ചെറിയ പോർഷൻ മാത്രമേ ഇത് പറയുന്നുള്ളേ. പിന്നെ സ്ലൈഡ്, മാല, അങ്ങനത്തെ കുറേ ഐറ്റംസ് കണ്ടു. ചായയും മറ്റേ കുലുക്കി സർബത്തില്ലേ അതും കഴിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇഷ്ടംപോലെ ഇരിക്കാൻ സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇരുന്ന് തന്നെ നമുക്ക് കഴിക്കാനൊക്കെ പറ്റും.
പിന്നെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് 100, 50 അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ സ്റ്റേജൊക്കെ ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഗെയിംസും കാര്യങ്ങളൊക്കെ കേട്ടോ. നമ്മൾ പിന്നെ ചെറിയ ഗെയിംസിലൊക്കെ പങ്കെടുത്തു കേട്ടോ. അങ്ങനെ ഗെയിംസിലെല്ലാം പങ്കെടുത്ത് ഞങ്ങളവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്, ഫോട്ടോയൊക്കെ എടുക്കുക ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, വീഡിയോസ് എടുക്കാനും സ്ഥലമുണ്ട്. അങ്ങനെ ഞങ്ങളവിടെ നേരെ ഇറങ്ങി ഞങ്ങൾ പുനലൂർ പോയി. അവിടെയും ചെന്ന് തൂക്കുപാലമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോസ് എല്ലാവരും പോയി കാണണേ. അപ്പോൾ ടാറ്റ ബൈ സീ യു. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണേ. കുഞ്ഞു കുഞ്ഞു വീഡിയോസാണ്. ടാറ്റ ബൈ സീ യു.